ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഒരു ഹോട്ടലിലെ എല്ലാ പണിയും ചെയ്യുന്ന ഒരു പണിക്കാരനായ എത്രത്തോളം ഉണ്ട് ഈ ഒരു പണിന്റെ കഷ്ടപ്പാടുന്നു അതേപോലെ എന്തായിരിക്കും എന്റെ ഒരു അവസ്ഥ എന്നാണ് നോക്കാൻ പോണത്. അതിനുവേണ്ടി വൈകുന്നേരം ഒരു 5 മണി നല്ലപോലെ ഒന്ന് കുളിച്ച് റെഡി വീട്ടിൽ വാങ്ങി പുതിയ വണ്ടി കൊടുത്ത് നേരത്തെ പണിസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പോണ വഴിക്ക് നല്ലൊരു മഴ പെയ്തു. ഈ ഒരു മഴയത്ത് എവിടെയെങ്കിലും കയറി നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 6 മണിക്ക് തന്നെ അവിടെ എത്താൻ പറഞ്ഞുകൊണ്ട് മഴയൊന്നും കാര്യമാക്കാണ്ട് പോകേണ്ടി വന്നു. എന്തായാലും ആ ഒരു മഴയെല്ലാം കൊണ്ടിട്ടാണെങ്കിൽ കൃത്യം ഒരു 6 മണിയാകുമ്പോഴേക്കും എനിക്കിന്ന് പണിയെടുക്കാനുള്ള ഹോട്ടലിലെത്തി. ശേഷം വണ്ടി നിർത്തി ഹോട്ടലിൽ അകത്ത് തന്നെ താമസം. എന്താ ഹോട്ടലിലുണ്ടായിരുന്ന കറന്റ് വരെ പോയി. നല്ല ഐശ്വര്യത്തോടെയാണ് കയറിയെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആദ്യം തന്നെ കയ്യിൽ കിട്ടിയത് ചൂലാണ്. ആ ഒരു ചൂല് ഉപയോഗിച്ച് അകം മൊത്തം അടിച്ചു കുറച്ച് വൃത്തിയാക്കാനാണ് ആദ്യം തന്നെ പറഞ്ഞത്. പക്ഷെ അടിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ഈ ഏട്ടൻ വന്ന് പറഞ്ഞത് ടേബിളിന്റെ മേലേക്ക് ഇതേപോലെ ചെയറൊക്കെ എടുത്ത് വെക്കുക, അപ്പൊ നിനക്ക് അടിക്കാൻ ഇത്തിരി കൂടി എളുപ്പമായിരിക്കുന്നതാണ്. അങ്ങനെ ആള് പറഞ്ഞ ടേബിളിന് മേലെ ചെയറെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ആകെല്ലാം നല്ലപോലെ അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള അടുത്ത പണി വന്നു. ഈ ടേബിളല്ല ഈ ഒരു സോപ്പുകളും തുണി ഉപയോഗിച്ച് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു പണി നല്ലപോലെ വൃത്തിയോടെ തന്നെ ചെയ്ത് കഴിഞ്ഞതും നേരെ എന്നോട് അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞു. എന്തിനാണ് ചോദിച്ചപ്പോൾ നിന്റെ പുറത്തുള്ള പണിയെല്ലാം കഴിഞ്ഞ് നിനക്കുള്ള പണി അടുക്കളയിലാണ് പറഞ്ഞു. എന്റെ ഒരു ചട്ടവും തന്ന് അടിപ്പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കെന്ന് പറഞ്ഞിട്ട് ആള് പോയി. പക്ഷേ ഈ ഒരു അടുപ്പിന് ചോടിൽ നിന്നിട്ട് ഇത് ഇളക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള പണിയായിരുന്നില്ല. കാരണം അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ചൂടെല്ലാം കൊണ്ട് ആ ഒരു പണിയൊന്ന് ചെയ്ത് കഴിഞ്ഞ താമസം എനിക്കുള്ള അടുത്ത പണിയെത്തി. ഈ ഏട്ടൻ ചെയ്യണ പോലെ ചിക്കനിൽ മസാല തേക്കുക. പക്ഷെ അതിന് മുമ്പ് എന്നോട് കൈയെല്ലാം കഴുകി വൃത്തിയാക്കി ഈ ഒരു ഗ്ലൗസ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ ഗ്ലൗസ് ഇട്ടാ ചിക്കൻ എല്ലാത്തിനും നല്ലപോലെ മസാല തേച്ച് വെച്ചതിന് ശേഷം അടുത്ത പണി പറഞ്ഞാൽ ഈ മസാല തേച്ച ചിക്കൻ എല്ലാം നേരെ ഈ ഒരു ഏട്ടൻ കാണിക്കുന്നത് അൽഫാമാക്കി എടുക്കാനായിരുന്നു. ആള് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടിക്കറി ചെയ്യാൻ നോക്കി. ശരിക്കും അപ്പോഴാണ് എനിക്ക് അടുപ്പ് എന്താണെന്നും ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. കാരണം നല്ല ചൂടാണ്. ആ ഒരു ചൂട് കൊണ്ട് എന്റെ കയ്യിലിട്ടുണ്ടായിരുന്ന വള ചൂട് എന്റെ കൈ വരെ പൊള്ളിപ്പോയി. അതുകൊണ്ട് ആ ഒരു ഏട്ടൻ വന്ന് ബാക്കിയുള്ള അൽഫാം ഞാൻ ഉണ്ടാക്കാൻ കസ്റ്റമർ വന്നിട്ട് അവർക്കുള്ള ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുകൊടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു പാത്രം എടുക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴുകി വെക്കാൻ മടിയുള്ള ഒരു ഈ ഒരു പണിയൊക്കെ എടുക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ആ പാത്രം എല്ലാം കഴിയും വെച്ചതിന് ശേഷം രാത്രി ഒരു 1:15 ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് ഹോട്ടലിൽ ഇത്രയും നേരം ഉപയോഗിച്ച എല്ലാ പാത്രങ്ങളും സാധനങ്ങളെല്ലാം നല്ലപോലെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഹോട്ടലിൽ നിന്ന് അടയ്ക്കുമ്പോഴേക്കും സമയം 2:45 3 മണിയായി. അതുകൊണ്ട് വണ്ടി എടുത്ത് നേരെ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഒരു പണിയും ചെറുതായി കാണരുത്. എല്ലാ പണിക്കും അതിൻ്റെതായ വിലയുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.